ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മേക്കേഴ്സ് ട്യൂബ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രാകേഷ് ബാബു ഉണ്ടാക്കിയ കാറാണ്. ഞാനിപ്പോൾ ആലപ്പുഴയ്ക്ക് വന്നപ്പം ചുമ്മാ ഇതുവഴി കയറി കാറിന് കണ്ടതാണ്. അപ്പോൾ ഒന്നുകൂടെ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് ബൈക്കിൻ്റെ എൻജിൻ വെച്ചിട്ടാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് ഗിയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് റിവേഴ്സ് ഗിയറാണ്. ഇതുപോലെ തന്നെ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ബൈക്കിൻ്റെ ഗിയറാണ് ഈ കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, സ്റ്റാർട്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാം. എങ്ങനെ റൈഡ് പോയാലോ? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. ഏകദേശം 2 പേർക്ക് കഷ്ടിച്ചിരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തേക്കുന്നത്. അധികം ലെഗ് സ്പേസ് ഒന്നും ഇല്ല, ഒരു കുഞ്ഞു വണ്ടി. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള സൗകര്യക്കുറവുകളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റിയറിങ് ഇത് നമ്മൾ സാധാരണ വർക്ക്ഷോപ്പിൽ, അതായത് ഒരു കമ്പി വളച്ചിട്ട് സാധാരണ സ്റ്റിയറിങ് പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ വോക്സ്വാഗണിൻ്റെ ഒരു എംബ്ലം, ഇത് ഞാൻ തടിയിൽ കൊത്തിയിട്ട് സ്റ്റീൽ കൊണ്ടുള്ള ഒരു എംബ്ലം സെറ്റ് ചെയ്തതാണ്. അപ്പം ഇത് സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ തണ്ടർബേർഡ് എന്ന വണ്ടിയിൽ ഇന്നയിച്ച സ്പീഡോമീറ്ററുകളാണ്. ജസ്റ്റ് ഒരു ഷോയ്ക്ക് നമ്മൾ ബീറ്റിൻ്റെ ഇൻറ്റീരിയർ ചെയ്തപ്പോൾ അതുമായിട്ട് സാമ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതിന് ഇവിടെ ഉൾപ്പെടുത്തിയാണ്. പക്ഷെ വർക്കിംഗ് ഒന്നും അല്ല, ജസ്റ്റ് ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വണ്ടിക്ക് സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, സെൽഫിൻ്റെ സ്വിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഹോണ്, പിന്നെ ഇതെല്ലാം കുറച്ച് ലൈറ്റും സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ചുകളാണ് ഇതൊക്കെ. ഇവിടെ ഫ്ലാഷ് ലൈറ്റ്, അങ്ങനെ ഓരോ ലൈറ്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിവേഴ്സ് ഗിയറിൻ്റെ ലിവർ. ഇത് നമുക്ക് 4 ഗിയറായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഫ്രണ്ടിലോട്ടിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയാണ് ഗിയറിന്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ ഓരോന്ന് ഇട്ടാൽ മതി. അതുപോലെ തന്നെ റിവേഴ്സിലോട്ട് നമ്മൾ ഇട്ടിട്ട് ഫസ്റ്റ്, സെക്കൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് 4 ഗിയറിൽ സഞ്ചരിക്കാം, ഫ്രണ്ടിലോട്ട് 4 ഗിയറിൽ സഞ്ചരിക്കാം. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വലിയ വണ്ടിക്കൊക്കെ വരുമ്പോൾ തന്നെ ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചൊക്കെ കാലിലാണ്. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് എന്നൊക്കെ കാലിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ചെയ്തേക്കുന്നത് ടാറ്റ ഐറിസിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ആണ്. അതിനെ നമ്മൾ വണ്ടിയുടെ വലിപ്പത്തിനോട് ചേരുന്ന രീതിയിൽ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് വോക്സ്വാഗൺ ബീറ്റിലിൻ്റെ മാതൃകയിൽ ചെയ്ത ഒരു ലൈറ്റാണ്. ഇത് പെട്രോൾ ഓട്ടോറിക്ഷയുടെ ലൈറ്റാണ്. ഈ ഫോഗ് ലാമ്പ് സാധാരണ ബമ്പറിൽ കാറുകൾക്ക് വരുന്ന യൂണിവേഴ്സൽ ഫോഗ് ലാമ്പാണ്. ഞാനിത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു ബീറ്റിലിൻ്റെ മാതൃക വരാൻ വേണ്ടി നമ്മൾ സാധാരണ ബജാജ് പെട്രോൾ ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റാണ് ഇതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിങ് ഞാനൊന്ന് സീറ്റ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ബമ്പർ ഒരു പൾസറിൻ്റെ ക്രാഷ് ഗാർഡാണ്. അതിനെ നമ്മൾ കസ്റ്റം ചെയ്ത് ഈ ഒരു ഡിസൈനിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ബീറ്റിലിൻ്റെ മൊത്തത്തിലുള്ള വലിപ്പത്തിന്, അതായത് 4 സീറ്റ് വണ്ടിയാണ്. അപ്പോൾ നമ്മളതിനെ 2 സീറ്ററോട്ട് ആക്കിയപ്പോൾ വണ്ടിയുടെ ബോഡി ഷേപ്പിലൊക്കെ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഷേപ്പ് മാറ്റം വരുത്താത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ എന്നെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകും. കൈകൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പം വണ്ടി കണ്ടിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഇതിൻ്റെ ബീഡിങ്ങൊക്കെ നമ്മൾ സാധാരണ ഓട്ടോറിക്ഷ ബൈക്കൊക്കെ വരുന്ന ടൈപ്പ് ബീഡിങ്ങുകളാണ്. ഇതെല്ലാം ഓട്ടോമൊബൈൽ കടകളിലൊക്കെ ലഭിക്കുന്നതാണ്. അതാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. പിന്നെ ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് സാധാരണ ബീറ്റിലിന് ഇങ്ങനത്തെ ഒരു ക്വാർട്ടർ ഗ്ലാസ്സാണ് വരുന്നത്. അതിനുവേണ്ടി നമ്മളിത് ആക്രിലിക് ഷീറ്റ് കട്ട് ചെയ്ത് ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഷേപ്പിലാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ലോക്ക് സിസ്റ്റം വന്നിട്ട് ആപ്പേ ഓട്ടോറിക്ഷയുടെ ലോക്ക് സിസ്റ്റമാണ്. ഇത് നമുക്കിങ്ങനെ അകത്തുനിന്ന് ലോക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ലോക്ക് സിസ്റ്റമാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മിററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഫിയറോയുടെ മിററാണ്, സുസുക്കി ഫിയറോയുടെ മിററാണ്. അപ്പം നമ്മൾ ബീറ്റിലിന് റൗണ്ട് മിററാണ് വരാറ്. അപ്പോൾ ഈ വണ്ടിയോട് ചേരുന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഫിയറോയുടെ മിററാണ്. അപ്പോൾ അതാണ് നമ്മൾ അതിന് ചെയ്തേക്കുന്നത്. പിന്നെ കിക്കർ, അതായത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കിക്കർ സ്റ്റാർട്ട് കാറ് ഉണ്ടാക്കുക. അത് സുസുക്കി സാമ്രായുടെ എഞ്ചിനാണ്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ഇല്ലായിരുന്നു. നമ്മൾ ആദ്യമേ കിക്കർ വെച്ചിട്ടാണ് വണ്ടി ഇറക്കിയത്. അപ്പോൾ ഒരു
സെൽഫ് സ്റ്റാർട്ട് ഇല്ലാണ്ട് എപ്പോഴും ഓഫായി പോകുമ്പോൾ പുറത്തിറങ്ങി വന്ന് കിക്കർ അടിച്ചിട്ട് കയറുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിതിൽ കിക്കറും ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ കിക്കറെ തന്നെയാണ് വണ്ടി ഇപ്പോഴും സ്റ്റാർട്ടായിട്ടുള്ളത്. ഇത് നമ്മൾ ചെയിനയിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കിക്കർ എഞ്ചിൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് മാറിയായിട്ടാണുള്ളത്. അപ്പോൾ കിക്കർ ഡയറക്റ്റ് വരുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ വരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടയറൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കിക്കർ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ടാണ് കിക്കർ സെറ്റ് ചെയ്തത്. എന്നിട്ട് കിക്കറിൽ നിന്ന് ചെയിനാണ് എഞ്ചിൻ്റെ ഷാഫ്റ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏകദേശം നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി ചെയ്ത വർക്കുകളായിട്ട് പറയാനുള്ളത്.